എൽ ഡി എഫിൻ്റെ ശക്തി തുറന്നു പോയെന്നൊക്കെയുള്ള ആവശ്യമില്ലാത്ത ന്യൂസുകളൊക്കെ വെളി വരുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയൊക്കെ ശക്തി കേന്ദ്രമാണ് എൽ ഡി എഫിൻ്റെ. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഭയമോ കാര്യങ്ങളോ ഒന്നുമില്ല. കാരണം അനാവശ്യമായിട്ടുള്ള ന്യൂസുകൾ അത് ശരിയല്ല എന്നുള്ള ഒരു വിലയിരുത്തൽ. പിന്നെ പല അഭിപ്രായങ്ങളല്ലേ, പാർട്ടിയല്ലേ, പല ആൾക്കാരും പല ടൈപ്പിലുള്ളവരാണ്. അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. സീറ്റ് കിട്ടാത്തവരുണ്ട്, സീറ്റ് കിട്ടിയവരുണ്ട്, പല വിഷയങ്ങളുള്ളവരുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് ഉള്ള ഒരു ബഹളമോ കാര്യങ്ങളോ ഒന്നുമില്ല. അധ്യക്ഷൻ മാറണമെന്നും പറഞ്ഞ് ഒരാൾ ബഹളം വെച്ചെന്നാണ് നിങ്ങൾ പറഞ്ഞത്. അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടായിരിക്കും പറയുന്നത്. അധ്യക്ഷൻ മാറണമെന്നും പറഞ്ഞ് അധ്യക്ഷനെ ഒന്നും ആർക്കും മാറ്റാനൊക്കത്തില്ല. അതൊക്കെ വ്യക്തിപരമായിട്ട് വൈരാഗ്യമുള്ളവർ കാണും, അല്ലാത്തവർ കാണും. അതൊന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. കാരണം പലർക്കും ഇഷ്ടമുള്ളവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. അതൊന്നും ഇപ്പോൾ ഇവിടെ വിലപോകത്തില്ലല്ലോ. കാരണം എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് ദേശീയ പ്രസിഡൻ്റാണ്, അല്ല വേറെ ആരുമല്ല. അത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി 14 ജില്ലാ പ്രസിഡന്റുമാരും കൂടി അവർ ഐക്യകണ്ഠേന തീരുമാനമെടുത്ത് 38 പേരും ഒരുപോലെ അംഗീകരിച്ചാണ് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായത്. അല്ല, ഞാനത് ഓൾറെഡി പറഞ്ഞു. ശശീന്ദ്രൻ മത്സരിക്കുമെന്നുള്ള പാർട്ടിയുടെ തീരുമാനമാണ്. കാരണം അത് പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ ശരത് പവാറിൻ്റെ തീരുമാനമാണ്. അങ്ങനെ ഞാനും PC ചോക്കോ സാറും ശശീന്ദ്രൻ അവരോളും കഴിഞ്ഞ 2 ദിവസം മുമ്പ് ബോംബെയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനാണ് സംസ്ഥാന പ്രസിഡന്റ്. ഞാൻ പോയി പവാർജിയോട് ചോദിച്ചു, സാർ എന്താണ് ചെയ്യേണ്ടത്, 3 സീറ്റാണ് നമുക്കുള്ള, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിലവിലുള്ള 2 MLA-മാരും ഇപ്പോൾ മത്സരിക്കുക, മൂന്നാമത് ഒരാളെ നീ കണ്ടുപിടിക്കണമെന്ന്. നിലവിലുള്ള 2 MLA പറഞ്ഞു, ഒന്ന് ശശീന്ദ്രൻ, ഞാനുമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എലത്തൂരിൽ ശശീന്ദ്രൻ തന്നെ ആയിരിക്കും മത്സരിക്കുന്നത്, കുട്ടനാട് തോമസ് കെ തോമസും. ഇനി ഞങ്ങൾക്ക് ഒരു സീറ്റ് കൂടെ ഉണ്ട്. ആ സീറ്റ് ഏതാണെന്നുള്ള കൺഫേം ചെയ്തിട്ടില്ല. കൺഫേം ചെയ്തതിന് ശേഷം ആരായിരിക്കും എന്നുള്ളത് ഞങ്ങൾ പറയാം. ഇല്ല, എവിടെ വേണേലും എന്ത് അവകാശവാദം ഉന്നയിക്കുക, അതല്ലല്ലോ സബ്ജക്റ്റ്. കാരണം അതൊന്നും ഓൾറെഡി നിലവിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവിടെ മാണി സി കാപ്പനാണല്ലോ എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പിന്നെ അവിടെ നിന്ന് ഒരു അവകാശവാദം ഉന്നയിക്കേണ്ട കാര്യമില്ല. അതൊക്കെ ശരിക്കും അപ്രസക്തമാണ്. അങ്ങനൊന്നുമില്ല. ഈ LDF കുറിച്ച് അറിയാൻ മേലാത്തതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ന്യൂസുകളൊക്കെ പറയുന്നത്. കാരണം LDF ഒരിക്കലും ഘടകകക്ഷികളുടെ സീറ്റ് അപകരിച്ചെടുക്കത്തില്ല. LDF അല്ല, CPM ഒരിക്കലും അങ്ങനെ ചെയ്തില്ല. ആ കൊടുത്തിരിക്കുന്ന സീറ്റ് എപ്പോഴും കൊടുത്തത് തന്നെയാണ്. ഇപ്പം നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുടെ പത്രസമ്മേളനം നിങ്ങളെല്ലാവരും ഹൈലൈറ്റ് ചെയ്തിരുന്നല്ലോ, ഞാനും കേട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുട്ടനാട് സീറ്റ് NCPയുടെ ആണ്, തോമസ് കെ തോമസ് ആയിരിക്കണം മത്സരിക്കുന്നത്. അദ്ദേഹം തന്നെ അത് ക്ലിയർ ചെയ്തു. പിന്നെയും നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമാണ് കുട്ടനാട്ടിൽ ആരാ മത്സരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറയുന്നത് ഏലത്തൂരും. കാരണം ഏലത്തൂർ ഇപ്പം ശശീന്ദ്രനല്ല, വേറെ ആളാണെങ്കിലും NCPയുടെ സീറ്റ് തന്നെയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. കാരണം ശശീന്ദ്രൻ അവിടെ മത്സരിക്കാൻ പറഞ്ഞത് പവാർജിയാണ്, ഞാനല്ല. ഞാനും അദ്ദേഹത്തോട് ചോദിച്ചു ആരാണ് അവിടെ വേണമെന്ന്. അദ്ദേഹം പറഞ്ഞു, ശശീന്ദ്രനും എനിക്ക് മത്സരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. വളരെ ക്ലിയറാണ് ആ കാര്യം. അത് പവാർ സാബ് പറഞ്ഞു, നിങ്ങൾ 2 പേരുമാണെന്ന് പറഞ്ഞു. അതിന് ശേഷം മൂന്നാമത് ഒരു സീറ്റിൻ്റെ കാര്യം പുറകെ ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി കൂടി ആ വിഷയം സോർട്ട് ഔട്ട് ചെയ്യും. മീൻസ് ആരാണ് മൂന്നാമത്തെ സീറ്റിലേക്ക് മത്സരിക്കുന്നത്.